മക്കയിലേക്കുള്ള പാത പവേഡ് ബൈ ഹാജിമാർക്കും മക്കക്കാർക്കും ഒരേ ആശാ കേന്ദ്രം ഏഷ്യൻ അസീസിയ മെഡിക്കൽ സെന്റർ മക്ക. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. ഹജ്ജിലെ അറഫ സംഗമം പൂർത്തിയാക്കി ഹാജിമാർ മുസ്ദലിഫയിലേക്ക് എത്തുകയാണ്. ഇന്ന് ഇവിടെയാണ് ഹാജിമാർ വിശ്രമിക്കുക. പിന്നീട് മിനായിലേക്ക് തന്നെ മടങ്ങും. ഹജ്ജിനെത്തിയ 20 ലക്ഷത്തോളം ഹാജിമാർക്ക് നാളെ തിരക്ക് പിടിച്ച ദിനമാണ്. കൂടുതൽ വിവരങ്ങൾ മുസ്ദലിഫയിൽ നിന്നും അഫ്താബ് റഹ്മാൻ ചേരും. ഹജ്ജിന്റെ ആത്മാവ് എന്ന് അറിയപ്പെടുന്ന ചടങ്ങായിരുന്നു അറഫ സംഗമം. അതിന്ന് പൂർത്തിയായിരിക്കുന്നു. അറഫ സംഗമത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അറഫയിൽ എത്തിയ ഹാജിക്ക് ഹജ്ജ് ലഭിച്ചതിന് തുല്യമാണ്. അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു കർമ്മം കൂടിയാണ് അറഫ സംഗമം. കാരണം മറ്റെല്ലാ കർമ്മങ്ങളും നമുക്കറിയാം, ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളും വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വെച്ചുകൊണ്ടാണ് ഹാജിമാർ നിർവഹിക്കുന്നത്. അത് പല സമയങ്ങളിൽ പല സന്ദർഭങ്ങളിൽ സൗകര്യമനുസരിച്ച് ഹാജിമാർക്ക് പൂർത്തിയാക്കാം. എന്നാൽ അറഫ അങ്ങനെയല്ല. ഹജ്ജിനെത്തുന്ന മുഴുവൻ ഹാജിമാരും, ഏതാണ്ട് 20 ലക്ഷത്തോളം വരുന്ന ഹാജിമാരും ഒരേ സ്ഥലത്ത് ഒരേ വേഷത്തിൽ ഒരേ മന്ത്രത്തോടെ ഒരുമിച്ച് കൂടുന്ന കർമ്മമാണ്. ആ നിലക്ക് ആത്മീയമായും വിശ്വാസപരമായും ഏറ്റവും പ്രാധാന്യമുള്ള ഹജ്ജിലെ കർമ്മമായിരുന്നു അറഫ സംഗമം. അറഫ സംഗമം പൂർത്തിയാക്കിക്കൊണ്ട് ഹജ്ജിലെത്തിയ ഹാജിമാർ അവിടെ നിന്നും മടങ്ങിയെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നടപ്പാത കൂടിയാണ്. ആ നടപ്പാതയിലൂടെ ലക്ഷോപലക്ഷം ഹാജിമാർ ഇപ്പോൾ മുസ്ദലിഫ എന്ന് പറയുന്ന അവരുടെ ഇടത്താവളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മുസ്ദലിഫ എന്ന് പറയുന്നതും ഹജ്ജിലേറെ പ്രാധാന്യമുള്ള മറ്റൊരു സ്ഥലമാണ്. അതിന് കാരണം പ്രവാചകൻ ഹജ്ജ് നിർവഹിച്ച ശേഷം മടങ്ങി വരുന്ന സമയത്ത് വിശ്രമിച്ച സ്ഥലമാണ് മുസ്ദലിഫ എന്നറിയപ്പെടുന്ന ഈ സ്ഥലം. ഇവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയോട് ചേർന്നും അതിന്റെ പരിസരത്തുമായി ആളുകൾ അവരുടെ മൈതാനങ്ങളിലാണ് വിശ്രമിക്കുക. അവിടെ അവർക്ക് കാർപ്പറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വിരിച്ചു നൽകിയിട്ടുണ്ട്. മറ്റൊരു സംവിധാനവും ഇവിടെയില്ല. അതായത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വന്ന പണക്കാരനും പാവപ്പെട്ടവനും ഗോത്രവും വർഗവും ദേശവും ഇങ്ങനെയുള്ള ഒരു വ്യത്യാസങ്ങളുമില്ലാതെ മുഴുവൻ മനുഷ്യരും ഒരേ വസ്ത്രത്തിൽ ഒരേ ഇടത്ത് ഇന്ന് രാത്രി ആകാശം മേൽക്കൂരയാക്കി അല്പനേരം കിടന്നുറങ്ങും. അതാണ് ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹജ്ജിൽ സമഭാവനയുടെ അല്ലെങ്കിൽ എല്ലാവരും തുല്യരാണ് എന്ന സന്ദേശം നൽകുന്ന അറഫ കഴിഞ്ഞാലുള്ള രണ്ടാമത്തെ ഇടം കൂടിയാണ് മുസ്ദലിഫ. ആ മുസ്ദലിഫയിലേക്കാണ് ഈ ലക്ഷോപലക്ഷം വരുന്ന ഹാജിമാർ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഹാജിമാർ ഇവിടെ നിന്നും രാത്രി ഇവിടെ എത്തിയ ശേഷം അവർ സ്വാഭാവികമായിട്ടും വരുന്ന ദിനങ്ങൾ, അതായത് നാളെയുള്ള ദിവസം മുതൽ അവർക്ക് ഏറെ കർമ്മങ്ങൾ ബാക്കിയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം കല്ലേറ് കർമ്മമാണ്. കല്ലേറ് കർമ്മം എന്ന് പറയുന്നത് ജംറ എന്ന് പറയുന്ന പൈശാചികതയുടെ പ്രതീകമായി അറിയപ്പെടുന്ന ജംറയിലാണ് ഹാജിമാർക്ക് കല്ലേറ് ഉണ്ടാവുക. ഈ കല്ലേറ് കർമ്മത്തിനായി ഹാജിമാർ ജംറയിലേക്ക് പോകും. അതിലേക്കുള്ള കല്ലുകൾ ശേഖരിക്കുന്നത് മുസ്ദലിഫ എന്ന് പറയുന്ന ഈ ഇടത്താവളത്തിൽ വെച്ചാണ്. ഇവിടെ നിന്നും ഹാജിമാർ കല്ലുകൾ ശേഖരിച്ചുകൊണ്ട് ജംറയിൽ പോവുകയും കല്ലേറ് കർമ്മം പൂർത്തിയാക്കുകയും ചെയ്യും. ഈ ഒരു തരത്തിലാണ് ഹാജിമാരുടെ കർമ്മങ്ങൾ ഇനിയുള്ള മണിക്കൂറുകളിൽ ഉള്ളത്. അതിലേക്കുള്ള ഇടത്താവളമാണ്, അവരുടെ വിശ്രമ സ്ഥാനമാണ് മുസ്ദലിഫ എന്ന് പറയുന്നത്. അവിടേക്കാണ് ഈ ഹാജിമാർ എത്തിക്കൊണ്ടിരിക്കുന്നത്. നാളെ രാവിലെ ഹാജിമാർ മിനായിലേക്ക് മുസ്ദലിഫയിൽ നിന്നും പോകും. രണ്ട് രീതിയിലാണ് പോവുക. ഒന്ന് ബസ് മാർഗവും ട്രെയിൻ മാർഗവും. ബാക്കിയുള്ള ചില ഹാജിമാർ ഈ കാണുന്നത് പോലെ തന്നെ നടന്നും മിനായിലേക്ക് പോകാറുണ്ട്. അവിടെ നിന്നും ഹാജിമാർ നാളെ നേരെ ജംറയിലേക്ക് പോകും. കല്ലേറ് കർമ്മം പൂർത്തിയാക്കും. അതിനുശേഷം കാബക്കരികിലെത്തി തൊവാഫ് കർമ്മം, അതായത് കാബയെ വലയം ചെയ്യും. അതിനുശേഷം സഫ മർവ കുന്നുകൾക്കിടയിലുള്ള പ്രയാണം പൂർത്തിയാക്കും. ഇതെല്ലാം കഴിഞ്ഞ് നാളെ മുടി മുറിച്ചുകൊണ്ട് ഹാജിമാർ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ നിന്നും അർദ്ധവിരാമം കുറിക്കും. അതായത് ഹജ്ജിന്റെ പ്രധാന കർമ്മങ്ങൾ നാളത്തോടു കൂടി തന്നെ പൂർത്തിയാകും. നാളെ ബലികർമ്മവും ഹാജിമാർക്കുണ്ട്. ഇതിനുള്ള ബലി കൂപ്പണുകൾ ഹാജിമാർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് അസഹനീയമായ ചൂട് അറഫയിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിന്റെ അന്തരീക്ഷ താപം പരമാവധി കുറക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. എങ്കിൽ പോലും ഏറെ ഹാജിമാർ വെയിലേറ്റും മറ്റും ആരോഗ്യ പ്രയാസങ്ങളാൽ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ചില ഹാജിമാർ ആരോഗ്യ കാരണങ്ങളിൽ മരണപ്പെട്ടിട്ടുമുണ്ട്. അതൊഴിച്ചു നിർത്തിയാൽ ശാന്തമായിരുന്നു ഇന്നത്തെ ഹാജിമാരുടെ കർമ്മങ്ങൾ. ഇന്ന് മുസ്ദലിഫയിൽ വിശ്രമിക്കുന്ന ഹാജിമാർ നാളെ അവർ ഹജ്ജിനായി പുറപ്പെട്ട മിനായിലെ അതേ തമ്പുകളിലേക്ക് മടങ്ങിപ്പോകും. അവിടെ നിന്നും ഹാജിമാർ ബാക്കിയുള്ള 3 ദിനങ്ങളിൽ അവർക്കുള്ളത് കല്ലേറ് കർമ്മമാണ്. നാളെയാണ് ഹാജിമാർക്ക് ഏറ്റവും തിരക്ക് പിടിച്ച ദിനം. അത് കഴിഞ്ഞെത്തിയാൽ പിന്നുള്ള ദിവസങ്ങളിൽ കല്ലേറ് കർമ്മം മാത്രമാണ് ഹാജിമാർക്കുള്ളത്. അത് കഴിഞ്ഞതോടുകൂടി ഹാജിമാർ ഹജ്ജിനോട് വിട പറയും. ഇന്ന് ഹജ്ജിന്റെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മർമ്മപ്രധാനമായ ആത്മാവ് എന്നറിയപ്പെടുന്ന, ഹൃദയം എന്നറിയപ്പെടുന്ന അറഫ സംഗമമായിരുന്നു. ആ അറഫ സംഗമം കഴിഞ്ഞ് ഹാജിമാർ എത്തി വിശ്രമിക്കുന്ന സമയമാണിനി. വരുന്ന മണിക്കൂറുകൾ അതായിരിക്കും. നാളെ പുലർച്ചെ മുതലാണ് ഹാജിമാർ നീങ്ങുക. ഇന്ത്യൻ ഹാജിമാരും ഈ പറയുന്ന രീതിയിൽ തന്നെ മുസ്ദലിഫയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്.